കേന്ദ്ര സർക്കാർ ജലജീവൻ പദ്ധതിക്കായി പലിശരഹിത വായ്പയായി നൽകിയ 288 കോടി രൂപ ബില്ലുകളുടെ മുൻഗണനാ തത്വം മറികടന്ന ഏതാനും വൻകിട പ്രവൃത്തികൾക്ക് നൽകാൻ എടുത്ത തീരുമാനം കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി ജലജീവൻ പദ്ധതികളുടെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണെന്ന് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. കൃത്യമായി കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ വിതരണം ചെയ്താൽ 1336 കോടി രൂപ കരാറുകാർക്ക് നൽകാൻ കഴിയും. 4000-ൽ പരം കോടിയുടെ കുടിശ്ശിക മൂലം ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ മുടങ്ങിക്കിടക്കുന്നത് പുനരാരംഭിക്കാൻ കരാറുകാർക്ക് ഇതോടെ കഴിയുമായിരുന്നു. എന്നാൽ വാട്ടർ അതോറിറ്റി തികഞ്ഞ നിഷ്ക്രിയത്വം പുലർത്തുകയാണ്. 45,000 കോടി രൂപ ആകെ അടങ്കൽ വരുന്ന ജൽജീവൻ പദ്ധതി നടത്തിപ്പിൽ കേരളം 31ാം സ്ഥാനത്താണ്. കാലാവധി 2025 മാർച്ച് 31-ന് അവസാനിക്കും. കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളായി ഇതുവരെ 10,000 കോടി മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ. 4000-ൽ പരം കോടി കുടിശ്ശികയുമാണ്. കേരള ഗവൺമെന്റ് ഒരു 380 കോടി രൂപ ഇപ്പൊ കുടിശ്ശികയുണ്ടായി. ഈ ഇൻസ്റ്റാൾമെന്റിനകത്ത് കുടിശ്ശിക കഴിഞ്ഞിട്ടുണ്ട്. ആ 380 കോടി രൂപ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ധനവകുപ്പ് ഉത്തരവിറക്കി. പക്ഷെ ഫണ്ട് മാത്രം ഇങ്ങോട്ട് വാട്ടർ അതോറിറ്റിക്ക് കിട്ടുന്നില്ല. അത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 380 രൂപ അവിടെ കിട്ടും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 1300 കോടി രൂപയോളം ഇതെല്ലാം കൂടെ കൂട്ടുന്ന തുക തീർച്ചയായിട്ടും 1336 കോടി രൂപ കേരള ഗവൺമെന്റ് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, തീർച്ചയായിട്ടും നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വാട്ടർ അതോറിറ്റിയിലെ ജലജീവൻ മിഷൻ കരാറുകാർക്ക് കിട്ടും. ഇത്രയും കോടി രൂപയുടെ കാര്യത്തിൽ വേറെ യാതൊരു ജാമ്യം വേണ്ട, ആരുടെയും ശുപാർശ വേണ്ട. കേരള ഗവൺമെന്റ് 2 കാര്യമാണ്. ഒന്ന്, ബില്ലുകൾ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക. രണ്ടാമത്, ഇപ്പോൾ അനുവദിച്ച തുക കേരള ഗവൺമെന്റ് തന്നെ ധനകാര്യ വകുപ്പ് അംഗീകരിച്ച് ഉത്തരവിറക്കിയ ആ തുകയെങ്കിലും കൊടുക്കുക. പദ്ധതി കാലാവധി 3 വർഷം കൂടിയെങ്കിലും നീട്ടുക. സംസ്ഥാന വിഹിതമായി നൽകേണ്ട 17,500 കോടിയോളം തുക പുറമേ നിന്നും വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുക. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ വായ്പ നൽകുക എന്നിവ അനിവാര്യമാണ്. ജലസ്രോതസ്സുകൾ വികസിപ്പിക്കാതെ ഇപ്പോഴത്തെ നിലയിൽ പണികൾ അവസാനിപ്പിച്ചാൽ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ പ്രയോജനരഹിതമാവുകയും ചെയ്യും. ഇക്കാര്യത്തിൽ നടപടികൾ ആവശ്യപ്പെട്ട് 2025 ജനുവരി 1-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിലും AG's ഓഫീസിന് മുന്നിലും കരാറുകാർ ഉപവാസ സമരം സംഘടിപ്പിക്കും. ഭാഗികമായി മാത്രം നടക്കുന്ന പണികളും നിർത്തിവെക്കും. അറ്റകുറ്റപ്പണികൾ ചെയ്ത കരാറുകാരുടെ 19 മാസത്തെ ബില്ലുകൾ കുടിശ്ശികയാണ്. ഇതുമൂലം അറ്റകുറ്റപ്പണികൾ ഭാഗികമായി മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് ജലവിതരണത്തെ സാരമായി ബാധിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ, കേരള വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്നിവയെ പ്രതിനിധീകരിച്ച് വർഗീസ് കണ്ണമ്പള്ളി, റെജി ടി ചാക്കോ, കുഞ്ഞു മാത്യു, ശ്രീജിത്ത് ലാൽ, ഷോണി പി ജേക്കബ്, ലീസൺ അടൂർ, ഡൊമിനിക് സഖറിയ, മോട്ടി ഉലഹന്നാൻ, സന്തോഷ് പി നായർ, VS തോമസ് എന്നിവർ പങ്കെടുത്തു.